ഹലോ ഗൈസ്, അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ സ്പെഷ്യൽ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല നാടൻ കപ്പയും പോർക്ക് വരട്ടിയതുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ കപ്പ വെട്ടി കഴുകി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്, അതെന്താണെന്ന് പറയാവേ. ആദ്യം നമ്മളിത് ഒരു വാഴയില വെട്ടി ഇങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ നോക്കിയാണ്. അപ്പോൾ തന്നെ ഞാൻ ബ്ലെങ്ങി, പിന്നെ 2-3 വെട്ടൊക്കെ വെട്ടി മുറിച്ച് അങ്ങോട്ട് ഇട്ട് കഴുകി അതിലേക്ക് ഇതേ പന്നി അങ്ങോട്ട് എടുത്തിട്ട് അരിഞ്ഞ് ആദ്യമൊക്കെ നല്ല അലുവ കഷ്ണം പോലെ ഇരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടാണ് ഗൈസ് പണി കിട്ടിയത്. അങ്ങോട്ട് മുറിയുന്നില്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു. ഇതൊക്കെ അതിൻ്റെ നെയ്യാണ് കേട്ടോ. ഉരുകി ഈ പന്നിയുടെ സ്പെഷ്യൽ നമ്മൾ എണ്ണ ചേർക്കുകയേ ചെയ്യണ്ട, ജസ്റ്റ് നമ്മൾ ആ സവാള വഴറ്റുമ്പോൾ മാത്രം ചേർത്താൽ നല്ല നെയ്യാണ്, അതിനകത്ത് കിടന്ന് നല്ല രീതിയിൽ മുരിഞ്ഞോളൂ കേട്ടോ. നമ്മളിത് പന്നി നന്നായിട്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കഴുകി എടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു 5-6 പ്രാവശ്യം കഴുകി പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളും നോക്കാം. ഗരം മസാല നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പന്നിയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 കിലോ പന്നിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം, നോർമൽ ടെമ്പറേച്ചർ വെച്ചാൽ മതിയെ, ഫ്രിഡ്ജിൽ വെക്കണ്ട. വെച്ചതിന് ശേഷം നമ്മൾ നേരെ അടുപ്പത്തേക്ക് കയറ്റി കേട്ടോ. അപ്പോൾ 1 കിലോ പന്നിക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. പിന്നെ കുരുമുളകും മുളകും കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് കൂട്ടിച്ചേർക്കാം കേട്ടോ. നമ്മളൊരു ആവറേജ് എരിവിനുള്ളതാണ് ചേർത്തിരിക്കുന്നത്. നേരെ കുക്കർ അടച്ച് നമ്മൾ അടുപ്പത്തിലേക്ക് കയറ്റി ഒരു 5 വിസിലാവുമ്പോൾ കറക്റ്റ് വേവിന് കിട്ടും കേട്ടോ. ഇനി കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല നോക്കാവേ. തേങ്ങ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നല്ല ജീരകം, ചെറിയ ജീരകം, ചുവന്നുള്ളി. ഇഞ്ചി ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടില്ല. നന്നായിട്ട് വേണം, ജസ്റ്റ് ഒന്ന് ഇങ്ങനൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് കടുക് പൊട്ടിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല, ഞാൻ നേരെ പച്ചയ്ക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ നല്ല വേവായിട്ടുണ്ട്. നേരെ വെള്ളം ഊറ്റി ചെറിയ തീയിലിട്ട് ആ വെള്ളം ഒന്ന് പറ്റിച്ചതിന് ശേഷം ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. പണ്ടൊക്കെ ഈ അരപ്പ് നമ്മൾ അരകല്ലിലൊക്കെ അരച്ചെടുത്തോണ്ടിരുന്നു. അന്നൊക്കെ എന്നാ ഒരു മണമായിരുന്നു അറിയും, വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കൈയൊക്കെ പുകയുമായിരുന്നു കേട്ടോ. ഞാനൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വൈബ് മണോ സ്മെല്ലോ ഒന്നും കിട്ടില്ല. ഇനി നേരെ നമ്മൾ ഈ കപ്പ കുഴയ്ക്കണം. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് നമുക്ക് വറക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ. പാൻ്റെ ഇതൊന്നും നോക്കണ്ട, ഇത് അപ്പച്ചട്ടിയാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തിട്ട് വറുത്തതാണ്. സമയം തീരെയില്ല, വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി, പന്നിയുടെ മണം വന്നപ്പോൾ. അപ്പം നേരെ അതിലേക്ക് ആ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ വെള്ളം ഉണ്ടെന്ന് അതാണ് പടപടേന്ന് പൊട്ടുന്നത്. അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നാണ് നമ്മളിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയും എല്ലാം കൂടിയിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കപ്പയിലേക്ക് നമ്മളിത് ചൂടോടുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. എൻ്റെ പൊന്നോ, പറയാൻ പറ്റില്ല, അമ്മാതിരി സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കപ്പയിലേക്ക് നമ്മളിത് മിക്സ് ആഡാക്കി കൊടുക്കാം. അപ്പം തന്നെ ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പം തന്നെ വിശപ്പിൻ്റെ വിളി. ഓൾറെഡി ബീഫിൻ്റെ 2 വിസിലടിച്ച സ്മെല്ല് വന്നപ്പോഴേ, പന്നിയുടെ മണം വന്നപ്പോഴേ ഞാൻ സത്യം പറയില്ല, ഫസ്റ്റ് ടൈമാണ്. നാളെ കള്ളിശ്ശാപ്പിൽ പോയപ്പോൾ 1 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. സെക്കൻഡ് ടൈമാണ് പന്നി കഴിക്കുന്നത് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് വെച്ചോണ്ടെന്ന് പറയില്ല, അടിപൊളിയായിരുന്നു ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, അതിൻ്റെ നെയ്യെല്ലാം ഉരുകി. കണ്ടോ, ഞാൻ ഒരു ശകലം പോലും ഞാൻ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ നെയ്യെല്ലാം ഇളകി താഴെ കിടക്കുന്ന ഫുള്ള് നെയ്യാണ് കേട്ടോ. നല്ല രീതിയിൽ വലിയ പീസ് നെയ്യ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ പന്നിക്ക് വേണ്ടിയിട്ടുള്ള മസാല നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് വറുത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇവിടെ പിന്നെ തേങ്ങാക്കൊത്തിൻ്റെ അയ്യരുകളിയാണ്. ചിക്കൻ വെച്ചാലും ബീഫ് വെച്ചാലും എല്ലാം തേങ്ങാക്കൊത്ത്. അപ്പം നമ്മളിത് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചപ്പ് മാറുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഒരു 4 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഇവിടെ അത്ര ഗ്രേവിയോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട്. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് വീണ്ടും ഇതിൻ്റെ ഈ അളവ് കുറയുമല്ലോ. അപ്പം നമ്മൾ നേരെ സവോള ഇട്ട് കൊടുത്ത് അല്പം ഉപ്പ് ഇട്ടാൽ വേഗം വഴലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കില്ല, മതിരിക്കും.
അപ്പം ചിക്കൻ വെക്കുമ്പോൾ ആ ഒരു മതിരിപ്പ് നമുക്ക് നല്ലതായിരിക്കും, പക്ഷേ ബീഫിനും ഈ പോർക്കിനൊക്കെ അത് കൊള്ളൂല. ഇനി അതൊന്ന് ചെറുതായിട്ട് വഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ ഒരു രീതിയിൽ കിട്ടും ഗൈസ്. ഇപ്പം തന്നെ എന്നാ ഒരു സ്മെല്ലാ വരുന്നറിയോ. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം വരികയാണ് ഗൈസ്. അമ്മാതിരി ടേസ്റ്റായിരുന്നു. ഇനി നമ്മുടെ പന്നി നമ്മൾ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം കഴിക്കുന്നവരാണെങ്കിൽ അടിപൊളി എന്ന് പറയും കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എനിക്ക് ഫേവറേറ്റ് എപ്പോഴും ബീഫാണ് കേട്ടോ, പക്ഷേ ഇനി തൊട്ട് എനിക്കത് പോർക്കായിരിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് അതൊന്ന് ആ മിക്സിനകത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ഉരുകിയ നെയ്ക്കകത്ത് കിടന്നത് നന്നായിട്ട് അങ്ങോട്ട് വഴകണം. അതിനുശേഷം ഒരു നാടൻ ഇല അങ്ങോട്ട് വെട്ടിയിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് കപ്പയും കുറച്ച് പന്നി. പക്ഷേ അതേ കപ്പയും തവിയും കൂടെ കിടന്ന് മൽപ്പിടുത്തമാണ്. കപ്പ ആണെങ്കിൽ തവിക്കകത്തൊന്നും അങ്ങോട്ട് ഇളകി വരുന്നില്ല. അത്രയ്ക്ക് സ്നേഹമാണ് കപ്പയ്ക്ക് തവിയോട്. അമ്മ കിടന്ന് മൽപ്പിടുത്ത അവസാനം ഞങ്ങൾ ഒപ്പിച്ചെടുത്ത് അതിനുശേഷം വേണ്ട പന്നി വിളമ്പിയപ്പോഴും ആക്രാന്തം മൂത്ത് ചൂടോടെടുത്ത് വിളമ്പിട്ട് എൻ്റെ കൈ പൊള്ളിയിട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞു എൻ്റെ കൈ പൊള്ളും, താഴെ എങ്ങാനും വെച്ച് വിളമ്പാന്ന്. കൈ പിടി അത് ഭംഗി എന്ന് പറഞ്ഞ് കൈക്കകത്തോട്ട് വിളമ്പി തന്ന് നല്ല രീതിയിൽ പൊള്ളി കെട്ടിയാണ്. അതിനുശേഷം നമ്മൾ നേരെ ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് നേരെ ഹാളിലേക്ക് പോയി. കുറച്ച് പഴങ്കഞ്ഞി ഉണ്ട്, അതിലേക്ക് 2 മുളകും പൊട്ടിച്ച് 2 വെളുത്തുള്ളിയും പൊട്ടിച്ച് ഉപ്പ് ഇട്ട് തൈര് ഒഴിച്ച് പിന്നെ എന്നാ വേണം. അപ്പം ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ പന്നിയും കപ്പയും പഴങ്കഞ്ഞിയും ആയിരുന്നു. അപ്പം നിങ്ങളുടെ നാട്ടിലെ പെരുന്നാൾ ഉത്സവത്തിൻ്റെയൊക്കെ സ്പെഷ്യൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.